ഖദറുക ഫൗഖഹ, അങ്ങയുടെ ഖദർ എന്ന് പറഞ്ഞാൽ ഫൗഖഹ, ആ മുഅ്സത്തിൻ്റെ മേലെയാണ്. മുഅ്സത്തോ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രമാണ്. മനസ്സിലായില്ല? ഇപ്പം ചന്ദ്രനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിളർത്തി എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നതിൻ്റെ പരിധിയാണ്. ഇനി സൂര്യനെ പീസാക്കാനും നബിക്ക് കഴിയും, അത് ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിയില്ല. സൂര്യനെ ഒരു സെക്കൻഡ് കൊണ്ട് കെടുത്താൻ റസൂലുള്ളാഹിക്ക് അതിനും കഴിയും, എന്തിനും കഴിയും. കഴിയാത്ത ഒന്നുമില്ല. മുഹമ്മദ് എന്ന ഒരാൾക്ക് പടച്ചോനാകാൻ കഴിയില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ കഴിയും. പടച്ചോൻ കൊടുത്ത അനുഗ്രഹത്തിന്റെ ഏറ്റവും മേലെയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എന്തു കഴിയും? സലാമുൻ അലൈഹി മിൻ ഖദീമിൻ മുതയ്യമി യുബശിറുഹു മിൻ കുല്ലി ഹക്കിൻ വഹൈകി. സലാമുൻ അലൈഹി, ആ നബിയുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. മിൻ ഖദീമിൻ, ഈ ഖദീമിൽ നിന്ന്, മുതയ്യമിൻ, അടിമയാക്കപ്പെട്ട, പ്രേമം കൊണ്ട് അടിമയായി തീർന്ന ആൾക്കാണ് മുതയ്യം എന്ന് പറയാം. പ്രേമത്തിൽ അടിമയാക്കപ്പെട്ടു. യുബശിറുഹു മിൻ കുല്ലി ഹാക്കിൻ വഹായികി. യുബശിറു, ആ ഖദീമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യട്ടെ. മിൻ കുല്ലി ഹാക്കിൻ വഹായികി. മിൻ കുല്ലി ഹാക്കിൻ, ഹാക്കിൻ എന്ന് പറഞ്ഞാൽ ഈ പ്രേമകാവ്യങ്ങളെ ഉദ്ധരിക്കുക, വഹായിക്കിൻ അതുണ്ടാക്കുക എന്നതിനാൽ. യുബശിറുഹു, അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യട്ടെ. മിൻ കുല്ലി ഹാക്കിൻ, മിൻ കുല്ലി ഹാക്കിൻ. ഹാക്കിൻ എന്ന് പറഞ്ഞാൽ കവിതകളെ ഉദ്ധരിക്കുക, പ്രേമ കവിതകൾ. ആരോട്? പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള പ്രേമ കവിതകളെ ഉദ്ധരിക്കുക. ഹായിക്ക് ആ കവിത ഉണ്ടാക്കുക, ഹായിക്ക് കവിത ഉണ്ടാക്കുക, ഹാക്ക് എന്ന കവിത പാടുക. അതിനാൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യട്ടെ. ഖദീമിന് സലാമുൻ അലൈഹി മിൻ ഖദീമിൻ മുതയ്യമി യുബശിറുഹു മിൻ കുല്ലി ഹക്കിൻ വഹായികി ഫഇൻ യകു ജുസ്മാനി ബിസൻഗാല ഇന്നനി ബിറൂഹി ലദാകൽ ഹബീബിൽ മുബാറകി. ഫഇൻ യകു ജുസ്മാനി ബിസൻഗാൽ, എൻ്റെ തടി സെനഗലിലാണെങ്കിലും, ഇന്നനി ബിറൂഹി, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട്, ലദാകൽ ഹബീബിൽ മുബാറക്കി, ലദാകൽ ഹബീബി, ആ ഹബീബിൻ്റെ സാന്നിധ്യത്തിലാണ് എപ്പോഴും. അൽ മുബാറക്കി, ആ ബറക്കത്താക്കപ്പെട്ട ഹബീബിൻ്റെ, ആ ബറക്കത്താക്കപ്പെട്ട സാന്നിധ്യത്തിലാണ് ഞാൻ എപ്പോഴും ഉള്ളത്. ഫഇൻ യകു ജുസ്മാനി, എൻ്റെ തടി ആണെങ്കിലും, ബിസൻഗാൽ, ഞാൻ സെനഗലിലാണെങ്കിലും, 8000 ചില്ലാനം കിലോമീറ്ററാണ് സെനഗലിൽ നിന്ന് മദീനയിലേക്ക്. 8800ഓളം കിലോമീറ്ററാണ് സെനഗലിൽ നിന്ന്. ഫഇൻ യകു ജുസ്മാനി, അല്ലാഹു തആല 2026 സെനഗലിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ കൊല്ലം ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കൊല്ലം സെനഗലിൽ പോയി ഇബ്രാഹിം നിയാസിനെ സിയാറത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ 26 അവസാനിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹു. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമയും പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വരുന്ന ആളുകൾക്കൊക്കെ എൻ്റെ കൂടെ ഞാൻ സെനഗലിൽ പോകണം. 2026 സെനഗലിൽ പോയി അവർ സിയാറത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഫഇൻ യകു ജുസ്മാനി, എൻ്റെ തടിയാണെങ്കിലും, ബിസനഗാൽ, എൻ്റെ തടി സെനഗലിലാണെങ്കിലും, ബിറൂഹി. ഫഇൻ യകു ജുസ്മാനി ബിസനഗാൽ ഇന്നനി ബിറൂഹി ലദാകൽ ഹബീബിൽ മുബാറകി. ഫഇൻ യകു ജുസ്മാനി, എൻ്റെ തടിയാണെങ്കിലും, ബിസനഗാൽ, സെനഗാലിലാണെങ്കിലും, ഇന്നനി ബിറൂഹി, തീർച്ചയായും ഞാൻ എൻ്റെ റൂഹിനെ കൊണ്ട്, ലദാകൽ ഹബീബി, ആ ഹബീബിൻ്റെ സാന്നിധ്യത്തിലാണ്, അടുക്കലാണ്. അൽ മുബാറക്കത്തി, ആ മുബാറക്കി, ആ ബറക്കത്താക്കപ്പെട്ട അള്ളാന്റെ ഹബീബിന്റെ റൂഹ് കൊണ്ട് ഞാൻ ആ ഹബീബുൽ മുബാറക്ക്, ആ ബറക്കത്താക്കപ്പെട്ട ഹബീബിന്റെ അടുത്താണ് ഞാൻ സദാ നേരം ഉള്ളത്. തടി 8800 കിലോമീറ്റർ അപ്പുറത്താണ്, പക്ഷെ റൂഹ് അവിടെയാണ് എപ്പോഴും. അവിടുന്ന് എനിക്ക് പോരാൻ കഴിയില്ല. ഞാൻ എപ്പോഴും മദീനയിലാണ്. ലദാകൽ ഹബീബിൽ മുബാറക്കി, ആ ബറക്കത്താക്കപ്പെട്ട സാന്നിധ്യത്തിലാണ് ഞാൻ ഉള്ളത്. പിന്നെ ഒന്നുകൂടി, ഫഇൻ യകു ജുസ്മാനി ബിസൽഗാല ഇന്നനി ബിറൂഹി ലദാകൽ ഹബീബിൽ മുബാറക്കി ഹളറാത ഖൈറിൽ ഖൽഖി ഹളറാത സയ്യിദി വയാ ഹളറത്തൽ മുഖ്താരി മുബ്ദിൽ മനാസികി. ഹളറത ഖൈറിൽ ഖൽഖി, ആ ഖൈറുൽ ഖൽഖിന്റെ സാന്നിധ്യമേ, ഞാൻ അവിടെ എത്തിയിരുന്നെങ്കിൽ.
എൻ്റെ തടി കൊണ്ടും അവിടെ എത്തിയിരുന്നെങ്കിൽ. ഹളറത്ത് സയ്യിദി, എൻ്റെ നേതാവിൻ്റെ സാന്നിധ്യമേ, വയാ ഹളറത്തൽ മുഖ്താരി, തെരഞ്ഞെടുക്കപ്പെട്ട ആളുടെ സാന്നിധ്യമേ, സന്നിധാനമേ, ഞാൻ അവിടെ നിന്ന് എത്തിയിരുന്നെങ്കിൽ. മുബ്ദിൽ മനാസിക്കി, അള്ളാഹുവിലേക്ക് എത്താനുള്ള എല്ലാ ആരാധനകളെയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ആളായ നേതാവ് മുഹമ്മദ് മുസ്തഫ. മുബ്ദിൽ മനാസിക്കി, അള്ളാഹുവിലേക്ക് എത്താനുള്ള എല്ലാ ആരാധനകളെയും വെളിപ്പെടുത്തി കൊടുത്ത ആളാണ്. അതാണ് മുബ്ദിൽ മനാസിക്ക്. എല്ലാ ഖുദൂ അന്നി മനാസിക്കക്കും എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ആരാധനകൾ എന്നിൽ നിന്ന് പിടിക്കണം. അതായത് എന്നിൽ നിന്ന് മനസ്സിലാക്കണം. നിസ്കാരം പോലും ഖുർആൻ നോക്കിയല്ല. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. നിങ്ങൾക്ക് തോന്നിയ പോലെ നിസ്കരിച്ചാൽ പറ്റില്ല. സ്വല്ലൂ കമാ റഅയ്തുമൂനി. ഹജ്ജും അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് എന്ത്? നിസ്കാരം. നിസ്കാരത്തെ പറ്റി പറഞ്ഞ് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അത് പ്രകാരം കണ്ട് നിങ്ങൾ നിസ്കരിക്കുക. ഹജ്ജ് അവസാനത്തതാണല്ലോ ഹജ്ജ്. ഹജ്ജും അങ്ങനെ തന്നെയാണ്. ഹജ്ജിൽ അവസാനം റസൂൽ പറഞ്ഞ വാക്കാണ് എന്ത്? ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ആരാധന, ഹജ്ജിൻ്റെ ആരാധനാ കർമ്മങ്ങൾ ഖുദൂ അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുക. അടുത്തുള്ള ഞാൻ ഉണ്ടായിക്കോണമെന്നില്ല, ഇപ്പോൾ തന്നെ കൃത്യാക്കി വെക്കണം. ആ ഹജ്ജാണ് ഇന്നും നമ്മൾ ചെയ്യുന്നത്. ഒരു ലേശം വ്യത്യാസം ഉണ്ടാവില്ല. പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഹജ്ജിലും നിസ്കാരത്തിലും മുസ്ലിമീങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല. അല്ലേ? അങ്ങനെ തന്നെയല്ലേ എല്ലാ മുസ്ലിങ്ങൾക്കും ഒറ്റ നിസ്കാരം. ഏത് സൈസാണെങ്കിലും മുബ്തദിയാകാം, ഒക്കെ ആവാം. പക്ഷെ നിസ്കാരം ഒന്ന്, ഹജ്ജ് ഒന്ന്. അവിടെ വന്നിട്ട് തല്ലില്ലല്ലോ, ഇല്ലെങ്കിൽ അവിടുന്ന് തർക്കം ഉണ്ടാവില്ല. എല്ലാവർക്കും അറഫ, എല്ലാവർക്കും മുസ്ദലിഫ, എല്ലാവരും മിന, എല്ലാവർക്കും ഇഫാദത്ത് തവാഫ് അങ്ങനെ തന്നെ, സഅയ് അങ്ങനെ തന്നെ അല്ലേ? പറയും കുട്ടികളെ, നിയത്ത്, ഇഹ്റാം അങ്ങനെ തന്നെ. ആ വിഷയത്തിൽ മുസ്ലിം ലോകത്തിൽ ഒരു ഖിലാഫും ഇല്ലെന്നെ, ഒരു ഖിലാഫും ഇല്ല. മറ്റ് പല കാര്യത്തിൽ, ആവശ്യമില്ലാത്ത കാര്യത്തിലേ ഖിലാഫുള്ളൂ. ആവശ്യമുള്ള കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു തർക്കമില്ല. ഏതെങ്കിലും ഒരു മുസ്ലിമിന് വാദമുണ്ടോ? പിന്നെ എന്ത് സുബഹിൻ്റെ നേരത്ത് നോമ്പ് തുടങ്ങിയാൽ പിറ്റേന്ന് സുബഹി വരെ നോൽക്കണം? ഇല്ല, വാദന്നെ അല്ലേ? മനസ്സിലായില്ലേ? ഒക്കെ കണക്കാണ് എല്ലാം. നോമ്പ്, നിസ്കാരം, സക്കാത്ത്, 2.5% സക്കാത്ത് കൊടുക്കേണ്ടത് 5% ഒരാളും പറഞ്ഞില്ല, 1% മതിയെന്നും പറഞ്ഞില്ല. ഒക്കെ കൃത്യം. മനസ്സിലായില്ല? ഇപ്പം മുബ്ദിൽ മനാസിക്ക് എല്ലാ ആരാധനാകർമ്മങ്ങളെയും വെളിപ്പെടുത്തി കൊടുത്തവനായ സലാമുൻ ഫഇയകു ജുസ്മാനി ബിസനവാല ഇന്നനി ബിറൂഹി ദദാകൽ ഹബീബിൽ മുബാറകി ഹളറത ഖൈരിൽ ഖൽഖി ഹളറത സയ്യിദി വയാ ഹളറതൽ മുഖ്താരി മുബ്ദിൽ മനാസികി. ഖൈറുൽ സന്നിധാനമേ, ഹളറത്ത് സയ്യിദി, എൻ്റെ നേതാവിൻ്റെ സന്നിധാനമേ, വയാ ഹളറത്തൽ മുഖ്താരി, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സന്നിധാനമേ, മുബ്ദിൽ മനാസിക്കി, എല്ലാ ആരാധനാ കർമ്മങ്ങളെയും വെളിപ്പെടുത്തി കൊടുത്തവനായ മഹാനേതാവിനെ, നേതാവിൻ്റെ സന്നിധാനമേ, ഉഹിബ്ബുക, അങ്ങേ ഞാൻ സ്നേഹിക്കുകയാണ്. ഹുബ്ബൻ, വല്ലാത്തൊരു പ്രേമം, താമ ഖൽബി, അതെന്റെ ഹൃദയത്തെ അടിമയാക്കി കഴിഞ്ഞു. വഖാദഹു, അതെന്റെ ഹൃദയത്തെ നയിക്കുകയും ചെയ്തു. എനിക്ക് അങ്ങാണ് എന്നെ നയിക്കണത്. എനിക്ക് അങ്ങയുടെ പ്രേമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. വഖാദഹു, ആ പ്രേമം എന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ഫമാ അദാ അലയ്യ, എന്താണ് എനിക്ക് വേണ്ടത്, എനിക്കുള്ളത്? ഫിംതിദാഹി ജനാബിക്ക്, അങ്ങയുടെ ആ സന്നിധാനത്തെ മദ്ഹ് ചെയ്യുന്നതിൽ എനിക്ക് എന്ത് വേണം? ഈ അവസ്ഥയിൽ എത്തണമല്ലാതെ എനിക്കൊരു കൂലിയും വലിയൊന്നും വേണ്ട, എനിക്കിൻ്റെ പേരിൽ ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് നിങ്ങൾ പ്രേമിക്കുന്ന, അത് കിട്ടിക്കഴിഞ്ഞു. ഫമാ അദാ അലയ്യ, എനിക്കെന്താ വേണ്ടത്? ഫിംതിദാഹി ജനാബിക്ക്, ആ സന്നിധാനത്തെ മദ്ഹ് ചെയ്യുന്നതിൽ എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് സ്വർഗമൊന്നും വേണ്ട, സ്വർഗമൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് അങ്ങയെ പ്രേമിക്കാനൊരവസരം കിട്ടുക. അത് പടച്ചോൻ തന്നു കഴിഞ്ഞു. നീ കൂലിൻ്റെ ആവശ്യമില്ല. മനസ്സിലായിരുന്നു? നമ്മളിപ്പോൾ കൂലി ചോദിക്കണത് എന്തുകൊണ്ടാണ്? എത്തേണ്ട അടുത്ത് എത്താത്തതുകൊണ്ട്. എത്തേണ്ട അടുത്ത് എത്തിയാൽ പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ്.
എത്തേണ്ടടുത്തണ്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവര് പണിക്ക് പോകാൻ ഒരുങ്ങിയ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, എനിക്ക് ആശുപത്രി പോകും, ഇത് വേറെ ആരെയും കൂട്ടി പോയിക്കോ, ഞാൻ പോവുകയാണ്. അല്ല, നിങ്ങൾ ആരെങ്കിലും ഒപ്പം പോയിട്ട് എന്താ കാര്യം? നിങ്ങളല്ല എൻ്റെ ഭർത്താവ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് വൈകുന്നേരം 1000 രൂപ കിട്ടും, എൻ്റെ പൊങ്ങൂറ്റി എന്താ കിട്ടുന്നു? ആയിക്കോട്ടെ, 1000 രൂപ ഞാൻ തരാം. ആയിക്കോട്ടെ, എന്നാൽ പണി നാളെ പോകണുള്ളൂ. മനസ്സിലായില്ല? അങ്ങനെ ഒരു ഭർത്താവിന് പറയാലോ. അപ്പോൾ ഓള് പൈസ ഒക്കെ എത്തിയാണ്, ഓളൊപ്പം ഒന്ന് പോയി കൊടുക്കണേനോ ഓൻ എന്ത് വാങ്ങി? കൂലി വാങ്ങി. എന്തുകൊണ്ട്? എന്താണ് ഇവിടെ വിഷയം? പൈസനെയാണ് പ്രേമം, ആരെയല്ല, ഓളല്ല. നേരെ മറിച്ച് വേറൊരുത്തൻ ഓനെ പണിക്ക് വിളിച്ചു, 1000 അല്ല, നാളെ 2000 രൂപ തരാം, ഇതൊന്ന് പണിക്കോ, അത്യാവശ്യമാണ്, തെങ്ങിന് വളടാണ്. നാളെ പറ്റില്ല, എൻ്റെ പെണ്ണുങ്ങൾക്ക് ഡോക്ടറെ ഇത് ബുക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇരട്ടി തരാം. അത് നടക്കില്ല. 5000 തന്നാൽ ഞാൻ വരില്ല. അതിൻ്റെ കാരണം പ്രേമാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾക്കിപ്പോൾ ഇവിടെ എന്താ? നമുക്ക് കൂലിയാണ് ആവശ്യം, നമുക്ക് സ്വർഗം വേണം. ഇതിൽ കഴിഞ്ഞല്ലോ ഒരു വരിയുണ്ട്, അള്ളാഹു റസൂലിനെ കണ്ട് ആനന്ദിക്കാൻ അവസരമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സ്വർഗത്ത് പോകണം, ഇല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിക്കാൻ പോല. അങ്ങനത്തെ ഒരു വരി ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്, എത്രയോ വരി കഴിഞ്ഞിട്ട്. അങ്ങനത്തെ എനിക്ക് സ്വർഗത്തിൽ പോയ റസൂലുള്ളാഹിനെ കണ്ട് ആനന്ദിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവുമല്ലോ. ഞാനും നബിയും തമ്മിൽ 1300 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ നബിയെ കണ്ടിരിക്കണം. അപ്പോൾ അതിനൊരു അവസരം സ്വർഗത്തിൽ പോയാണ്ട്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ വരികയാണ്. അകക്കാഴ്ച ഉള്ള ഒരാളും സ്വർഗത്തെ ആഗ്രഹിക്കൂല. നബിയിൽ മുസ്തഫ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രകാശത്തിൽ ആനന്ദിക്കൽ സ്വർഗത്തിലുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അതിനു വേണ്ടി ഒരാൾ അള്ളാഹിനോട് സ്വർഗം നമുക്ക് പൊട്ടിക്കരിയില്ല. ഞാൻ കരിയില്ല. കവി പറയാ, നമുക്കങ്ങനൊന്നും ആലോചിക്കണില്ല. നമ്മളിപ്പോൾ സ്വർഗത്ത് കയറിയാൽ ഭയങ്കര തീറ്റണ്ടെന്ന് ആഗ്രഹിക്കണം. മനസ്സിലായി? നമ്മൾ സ്വർഗത്ത് പോകണം എന്തിനാ? തിന്നാൻ. തീറ്റ, കുടി, പെണ്ണ്, കള്ള് ഒക്കെ ഉള്ള സ്ഥലമാണ് എന്ത്. ഞാനിപ്പോൾ ഇവിടെ കള്ള് കുടിക്കാക്കണം തന്നെ, അവിടെ പള്ളർച്ച കുടിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. ഇവിടെ വിചാരിക്കാതിരിക്കണം, അവിടെ ഇഷ്ടം പോലെ പെണ്ണ് കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ്. ചിന്തിക്കും. അപ്പം ഇവിടെ ഒന്നും വിഷയം എന്താ? വിഷയം നമ്മളെ കൽബിലേക്കൊന്നും സത്യവിശ്വാസം കയറി കൂടിയിട്ടില്ല. അതന്നെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രവേശന ഉത്സവത്തിൻ്റെ അന്ന് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കും. എന്തിനാണ്? കുട്ടികളേക്കൊന്ന് ആകർഷിക്കാനാണ്. രണ്ടാമത്തെ ദിവസവും മനസ്സിലായില്ല, ചിലപ്പോൾ ചെറിയ മധുരം എന്തെങ്കിലും കൊടുത്തേക്കാം, പിന്നെ മധുരം കുറഞ്ഞു വരും. പിന്നെ കുട്ടിക്ക് മധുരം വരണം. എന്തിൽ? ടീച്ചറിലും പഠിപ്പിലും ആ കുട്ടിയെ നിലക്കൊള്ളൂ. കുട്ടിക്ക് മുട്ടായി കിട്ടണം, എന്നാലേ പരിയെന്നിൽ ഇറങ്ങുള്ളൂ, എങ്കിൽ ആ കുട്ടീനെ പഠിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവിടെ ഇപ്പം നമ്മളുള്ളത് ഇത് പ്രവേശന ഉത്സവത്തിന് കൊടുക്കുന്നതാണ് മുട്ടായി. നമ്മളിപ്പോഴും പ്രവേശന കവാടത്തിൽ തന്നെയാണുള്ളത്. യഥാർത്ഥ മോമിനുകൾക്ക് സ്വർഗത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെന്ത്? അള്ളാഹുവിൻ്റെ ലിഖാഇനും റസൂലുള്ളാഹിൻ്റെ സ്വഹബത്തിനും പറ്റിയ സ്ഥലം ഏതാണ്? സ്വർഗ്ഗമാണ്. അപ്പോൾ അവനെ അവിടേക്ക് ആഗ്രഹിക്കണം. മറ്റേതൊരു ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ ഫമാദ അലിയ, പിന്നെ എനിക്ക് എന്താ വേണ്ടത്? എൻ്റെ ഹൃദയം അടിമയായിട്ടുണ്ട് റസൂലുള്ളാഹിക്ക്, എനിക്കത്രേ ആവശ്യമുള്ളൂ, അത് കിട്ടിക്കഴിഞ്ഞു. ഫമാദ അലിയ, പിന്നെ എനിക്ക് എന്താ വേണ്ടത്? ഫിംതിദാഹി ജനാബിക്ക്, അവിടുത്തെ അവിടുത്തെ സന്നിധാനത്തെ പ്രശംസിക്കുന്നതിൽ ഫമാദ അലിയ, എനിക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, എനിക്കൊരു കൂലിയും വേണ്ട, ഒരു സ്വർഗവും വേണ്ട. ഈ അവസ്ഥയിൽ എത്തിയിരുന്നു വേണ്ട, അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കവിക്ക് കിട്ടേണ്ട കൂലി ദുനിയാവ് തന്നെ കിട്ടിക്കഴിഞ്ഞു. എന്ത്? നബിയുടെ അടിമയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കവി ആഗ്രഹിച്ചത്. حبك حبا تام قلبي وقاده وماذا علي في امتداح جنابك فآيك لا تنهى وقدرك فوقها ومقدارك السامي العلي فوق ذلك.
ഈ സന്നിധാനം എന്ന അർത്ഥത്തിലാണ് ഇവിടെ സ്ത്രീലിംഗം കൊടുത്തത്. മാത അലയ്യ, എനിക്ക് എന്താ ഉള്ളത്, ഫിംതിദാഹി ജനാബിക്കി ഹലറത്ത്, അവിടെ അത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ഫിംതിദാഹി ജനാബിക്കി, ആ സന്നിധാനത്തിൻ്റെ പരിസരത്തെ പ്രശംസിക്കോ എന്നല്ലാതെ എന്താ എനിക്ക് വേണ്ടത് എന്ന്. ഫആയുക നബിയെ, അങ്ങയുടെ ദൃഷ്ടാന്തങ്ങളില്ലാത്ത അത് അവസാനിക്കുകയില്ല. അങ്ങയുടെ മുഅ്ജിസാത്തുകൾ, അങ്ങയുടെ മഹത്വങ്ങൾ അവസാനിക്കുകയില്ല. വഖദ്റുക്കി അല്ലെങ്കിൽ ഖദ്റുക്ക, അങ്ങനെയൊക്കെ പറയും. വഖദ്റുക്കി, ആ സന്നിധാനത്തിൻ്റെ സ്ഥാനം ഫൗഖഹ, ആ ദൃഷ്ടാന്തങ്ങൾക്കും അപ്പുറത്താണ്. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൻ്റെ അപ്പുറത്താണ് റസൂലുള്ളാഹിന്റെ ഖദ്ർ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മുഅ്ജിസത്ത് വെച്ച് റസൂലുള്ളാഹിനെ അളക്കരുത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അളക്കരുത്, ഒരിക്കലും അളക്കരുത്. എന്തുകൊണ്ട്? മുഅ്ജിസത്ത് എന്നത് ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രമാണ്, കഴിവതല്ല. കഴിവ് അതല്ല. കഴിവും പ്രദർശനവും രണ്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞത് കഴിവും പ്രദർശനവും രണ്ടാണ്. ഏത് ഇടഞ്ഞ് മതം പൊട്ടിക്കിടക്കുന്ന ആനയെയും തളക്കാൻ കരുത്തുള്ള ഒരു പാപ്പാന് ഒരേ പെണ്ണിന് പിടുത്തം കിട്ടാത്ത ഒരാടുകുട്ടിയെ പിടിച്ചിട്ട് ഒരു മരത്തുമ്മ കെട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് ഇയാൾ അളക്കാൻ പറ്റൂല. 100 ആളെ അടിച്ച് തള്ളിയിടാൻ കഴിഞ്ഞ ഒരാൾ ഏതോ അങ്ങാടിയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരുത്തനെ ഒന്ന് 2 കൊടുത്തൊന്ന് ഒതുക്കി എന്ന് പറഞ്ഞാൽ അത് വെച്ച് അയാൾ അളക്കാൻ പറ്റൂല. ഇതന്നെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത്. വഖദ്റുക ഫൗഖഹ, അങ്ങയുടെ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഫൗഖഹ, ആ മുഅ്ജിസാത്തിൻ്റെ മേലെയാണ്. മുഅ്ജിസത്തോ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രമാണ്. മനസ്സിലായില്ല? ഇപ്പൊ ചന്ദ്രനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിളർത്തി എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നതിൻ്റെ പരിധിയാണ്. ഇനി സൂര്യനെ പീസാക്കാനും നബിക്ക് കഴിയും, അത് ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിയില്ല. സൂര്യനെ 1 സെക്കൻഡ് കൊണ്ട് കെടുത്താൻ റസൂലുള്ളാഹിക്ക് അതിനും കഴിയും, എന്തിനും കഴിയും. കഴിയാത്ത ഒന്നുമില്ല. മുഹമ്മദ് എന്ന ഒരാൾക്ക് പടച്ചോനാകാൻ കഴിയില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ കഴിയും. പടച്ചോൻ കൊടുത്ത അനുഗ്രഹത്തിൻ്റെ ഏറ്റവും മേലെയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എന്തും കഴിയും. പക്ഷെ അത് ഉൾക്കൊള്ളാൻ സമൂഹത്തിന് കഴിയില്ല. മനസ്സിലായോ പറഞ്ഞത്? ഒരിക്കൽ നിസ്കാരത്തിൽ ഒരടി മുന്നോട്ട് വെച്ചു, പിന്നെ പിന്നോട്ട് വെച്ചു. പിന്നീട് ചോദിച്ചു, എന്തേ നബി? അപ്പോൾ പറഞ്ഞു, സ്വർഗത്തിലെ ഒരു പഴക്കുല എനിക്ക് ഇതിനിടയിൽ കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു. പിന്നെ നിങ്ങൾ അതിൻ്റെ പേരിൽ പിന്നീട് ഫിത്നയിലാകുമെന്ന് ഭയപ്പെട്ട് ഞാൻ എടുത്തില്ല. ഇനി അതിൻ്റെ പേര് തർക്കമുണ്ടോ? പിൽക്കാലം പിന്നെ ഖിയാമത്ത് നാൾ വരെ അങ്ങനത്തെ ഒരു പഴക്കോല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പ്രശ്നമുണ്ടാവും. പിന്നെ ഓരോ സംഘടനയും പഴക്കോല ഉണ്ടാക്കും. പിന്നെ ഒറിജിനൽ പഴക്കോല ഏതാണ്, മറ്റേ എന്താ തിരിയാതെയോ? പിന്നെ അതിൻ്റെ പേര് ഖിയാമത്ത് നാൾ വരെ എന്തുണ്ടാവും? യുദ്ധം ഉണ്ടാവും, തല്ലും യുദ്ധവും അതും ഇതും. അപ്പൊ നിങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ഈ പയനത്തിൻ്റെ കാര്യം പറഞ്ഞ് ലോകാവസാനം വരെ വരുന്ന എൻ്റെ സമുദായം ചേരിതിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ പഴക്കൊല ഞാൻ എടുത്തു ചെയ്യും എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അൽഹംദുലില്ലാഹ് ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദി അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദ് ലാ മാ ജഅൽതനാ മിൻ ഉമ്മത്തി മുഹമ്മദി وجعلنا وتوفنا مسلمين وجعلنا وتوفنا من أمة محمد اللهم اجعلنا من خيار أمة محمد اللهم اجعلنا من خيار أمة محمد اللهم اجعلنا من خيار أمة محمد يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم آمين آمين برحمتك يا أرحم الراحمين. അപ്പോൾ അതൊരു സന്തോഷമാണ്, ഏറ്റവും വലിയ സന്തോഷം. വളരെ ചിന്തിച്ചോളിയട്ടാ. എന്ത് ചെയ്തോളി, മതത്തിൻ്റെ പേരിൽ ചതിക്കരുത് കേട്ടോ. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് ചതിക്കരുത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മതം പറഞ്ഞ് ചതിക്കരുത് കേട്ടോ. അവിടെ റസൂലുള്ളാഹി നിനക്ക് ശത്രുവായി മാറും. മതത്തിൻ്റെ പേരിൽ ചതിക്കുന്ന ആളുകൾ ഏത് കള്ളനേക്കാളും മോശപ്പെട്ടവനാണ്.
ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറഞ്ഞാൽ ചാൾസ് ഷോബ്രാജല്ല. മതം പറഞ്ഞ് ചതിക്കുന്നവനെ കക്കുന്നവനാണ്. മതം പറഞ്ഞ് കക്കുക, മതം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. കാരണം അവൻ സത്യത്തിൽ ആരെ കൊണ്ടാണ് മുതലെടുക്കുന്നത്? റസൂലുള്ളാഹിനെ കൊണ്ടാണ്. ഇന്നലെ രാത്രി ഒരു വീട് കയറി ഒരാൾ കുത്തി തുറന്നിട്ട് 100 പവൻ എടുത്തിട്ടുണ്ടെങ്കിലും 1000 പവൻ എടുത്തിട്ടുണ്ടെങ്കിലും അവൻ നബിയുടെ പേര് പറഞ്ഞത് ചെയ്തിട്ടില്ല. ഉണ്ടോ? പറമോനെ, ഇല്ല. നബിയുടെ പേര് പറഞ്ഞ സമുദായത്തെ പറ്റിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നബിയുടെ പേര് പറഞ്ഞ് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ദീനിൻ്റെ പേരിൽ മോഷ്ടിക്കുക, ദീനിൻ്റെ വലിപ്പത്തരം പറഞ്ഞ് വ്യഭിചരിക്കുക. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. സാധുക്കളായ പെണ്ണുങ്ങളെ അപകടത്തിൽപ്പെടുത്തുക, ദീനിൻ്റെ പേര് പറയാം. പരലോകത്ത് ഞാൻ കൈ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട പെണ്ണുങ്ങളെ വിചാരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മനസ്സൊരു ഞാൻ പറയും കുട്ടികളെ, ദീനിൻ്റെ പേര് പറഞ്ഞിട്ട് തോന്നിയാസം ചെയ്യുന്നതിനെ തൊട്ട് അല്ലാഹു എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. അത് ഏറ്റവും വലിയ തിന്മയാണ്. റസൂലുള്ളാഹിനെ ശത്രുവാക്കരുത്. എവിടെ പോയാലും റസൂലുള്ളാഹിൻ്റെ അടുത്ത് എന്നാൽ റസൂലുള്ളാഹിനെ തന്നെ ശത്രുവാക്കി പിന്നെ എവിടേക്ക് പോവുക? അങ്ങനെയൊക്കെയുള്ള കേസുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. അല്ലാഹു പറഞ്ഞു പോയെന്നേ ഉള്ളൂ, പറഞ്ഞു പോയി. ദീനിൻ്റെ പേര് ചതിക്കരുത് ജനങ്ങൾ. അങ്ങയുടെ മുഅ്ജിസാത്തുകൾ ലാ തൻഹാദ അവസാനിക്കുകയില്ല. ഖദ്റുക്കി ആ സന്നിധാനം അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ഖദറാകട്ടെ ഫൗഖഹ ആ ദൃഷ്ടാന്തങ്ങൾക്കും മുഅ്ജിസാത്തുകൾക്കും മീതെയാണ്. ഉന്നതമായ അവിടുക്ക് അള്ളാഹു വെച്ചിട്ടുള്ള ആ മഹത്വം, ആ അളവ്, അൽ അലി മീതയായ അളവ്, ഫൗഖ ദാലിക് എന്തിന്റെ മീതെയാണ്? فأنت حبيب الله جل جلاله وأولاك ما أولاك غير مشارك. فأنت حبيب الله أن الله حبيبان جل جلاله ربنا حبيبان وأولاك ما أولاك അങ്ങേക്ക് നൽകിയതെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട്. غير مشارك വേറൊരാളെ പങ്കുകാരനാക്കപ്പെടാത്ത നിലയിൽ, വേറൊരാൾ പങ്കുകാരനല്ല. അങ്ങേക്ക് അള്ളാഹു തആല നൽകിയതുണ്ടല്ലോ, അത് വേറൊരാൾക്കും നൽകിയിട്ടില്ല. ഔലാക്ക അങ്ങേ അല്ലാഹു തആല മുന്നിൽ വെച്ചിട്ടുണ്ട്. മുന്നിൽ വെച്ചതിൻ്റെ അത്ര മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒയ്റ മുഷാറക്കിൻ മറ്റൊരാളെ പങ്കുകാരൻ ആക്കപ്പെടാത്ത നിലയിൽ. അങ്ങേക്കൊരാളും പങ്കുകാരനല്ല, ഒരാളും പങ്കുകാരനല്ല. ഹത്താ ജിബ്രീൽ ഹദീസ് ഉറക്കപ്പറ സറാബീക ലൈലൻ സുമ്മ അദ്നാക ജാദിബൻ വഫുസ്ത ബിസിദ്ദിൻ ഫാതഖാതിറ സാലികി. സറാബിക്ക അങ്ങേ രാത്രി കൊണ്ടുപോയില്ലേ, ലൈലൻ ഒരു രാത്രിയിൽ, സുമ്മ അദ്നാക ജാദിബൻ പിന്നെ മറ്റൊരാൾ എല്ലാവരിൽ നിന്നും ഒഴിവാക്കിയ നിലയിൽ അങ്ങേ അല്ലാഹു തആല സ്വന്തം ഹളറത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തില്ലേ. വഫുസ്ത ബിസിർരിൻ ഒരു രഹസ്യം കൊണ്ട് അങ്ങ് വിജയിച്ചില്ലേ. ഫാതഖാതിറ സാലികി ഏതൊരു സത്യമാർഗത്തിൽ പ്രവേശിച്ചവനും നഷ്ടപ്പെട്ടു പോയ രഹസ്യം, ഒരാൾക്കും അത് കിട്ടിയെന്ന് പറയാൻ പറ്റൂല. ഫാത്ത അയാൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഖാതിറ സാലികി സത്യമാർഗത്തിൽ പ്രവേശിച്ച ഒരുത്തന്റെ മനസ്സിനും ലഭിക്കാത്ത ഒരു രഹസ്യം അങ്ങേക്ക് അല്ലാഹു തആല നൽകിയില്ലേ. ഒരു രാത്രി അങ്ങേ അല്ലാഹു തആല എല്ലാവരിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുപോയില്ലേ. എന്നിട്ട് ആരും അവിടെ ഇല്ല. ആര് മാത്രം? അങ്ങ് മാത്രം. ഒന്നുകൂടി നോക്ക്. സറാബീക ലൈലൻ തുമ്മ അദ്നാക ജാദിബ വഫുസ്ത ബിസിർരിൻ ഫാതഖാതിറ സാലികി. സറാബിക ലൈലൻ അങ്ങേ രാത്രി കൊണ്ടുപോയില്ലേ, ലൈലൻ രാത്രിയിൽ. സുമ്മ അദ്നാക ജാദിബൻ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങേ അല്ലാഹു തആല സ്വന്തം ഹളറത്തിലേക്ക് അടുപ്പിച്ചില്ലേ. വഫുസ്ത അങ്ങ് വിജയിക്കുകയും ചെയ്തുവല്ലോ ബിസിദിൻ ഒരു രഹസ്യം കൊണ്ട്. ഫാത്തിറ അത് നഷ്ടപ്പെട്ട രഹസ്യമാണ്. ഖാതിറ സാലിക്കിൻ സത്യമാർഗത്തിൽ പ്രവേശിച്ച ഏതൊരാളുടെ മനസ്സിനും നഷ്ടപ്പെട്ടത്, ഒരാളെ മനസ്സിൽ പോലുമില്ല, അതായത് മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത രഹസ്യം അള്ളാഹു ആ രാത്രി അങ്ങേക്ക് നൽകി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ
ഖറജ്ത മിനൽ അക്വാനി വസ്സിദ്ദി, എല്ലാ രഹസ്യങ്ങളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും അങ്ങ് പുറപ്പെട്ടു. സാമ്യൻ ഉയർന്നവനായ നിലയിൽ. അങ്ങ് മീതയായി, എല്ലാ ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും എല്ലാം മീതയായ നിലയിൽ അങ്ങ് മീതയായി. ഫുത്ത എന്നർത്ഥം. ഫുത്ത അങ്ങ് മീതയായി. ഫാഖയിൽ നിന്നാണ് ഫുത്ത, ഫുക്ത എന്നാണ് ഇവിടെ. പിന്നെ ഫുത്ത കവിതക്ക് വേണ്ടി അങ്ങനെ ആക്കിയതാണ്. ഫുക്ത എന്നാണ് അത്, ഫുത്ത എന്നാക്കി. ഫുത്ത അങ്ങ് മീതയായി. എന്തിനു മീതയായി? ഇഅ്തിലാകുല്ലി ഹയ്യിൻ, ഏത് ജീവിച്ചിരിക്കുന്നവനും മീതയായതിന് മീതയായി. വഹാലിക്കിൻ, മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും മീതയായതിന് അങ്ങ് മീതയായി. അങ്ങക്ക് മീത ആരുമില്ല. ഖദത്ത മിനൽ അക്വാനി വസ്സിരി സാമിയ വഫുത്തഅത് ലാ കുല്ലി ഹയ്യിൻ വഹാലികി. പിന്നെ وغبت عن المكنون والغيب راقيا وفت على عمري كل دار ودارك. وغبت അങ്ങ് ആ രാത്രി അങ്ങ് മറഞ്ഞു. അനിൽ മക്നൂനി, എല്ലാ പ്രപഞ്ചത്തെ തൊട്ടും മറഞ്ഞു. വൽ ഗൈബി, മനസ്സിലായില്ല, പരസ്യമായ പ്രപഞ്ചത്തെ തൊട്ടും, വൽ ഗൈബി, രഹസ്യമായ പ്രപഞ്ചത്തെ തൊട്ടും മറഞ്ഞു അങ്ങ്. റാഖിയൻ, ഉയർന്നു പോകുന്നവനായ നിലയിൽ. വഫുത്ത അങ്ങ് മീതയായില്ല. അംരി, എൻ്റെ ആയുസാണേ സത്യം. കുല്ലദാരിൻ വദാരിക്കി, കുല്ലദാരിൻ എല്ലാ അറിയാൻ നടക്കുന്നവനും, വദാരിക്കി എല്ലാ അറിഞ്ഞവനും, അറിയാൻ ആഗ്രഹിച്ചവനും അറിഞ്ഞവനും എല്ലാം അങ്ങ് മീതയായി എന്ന് അറിയാൻ നടന്നവനും അറിഞ്ഞവനുമെല്ലാം ദാരിക്ക്. ദാരി എന്ന് പറഞ്ഞാൽ അറിയാൻ നടന്നവൻ, ദാരിക്ക് എത്തിച്ചവൻ, അറിഞ്ഞവൻ, അവർക്കൊക്കെ മീതിയായി. وغبت عن المكنون والغيب راقيا وفت على عمري كل دار ودارك. وغبت അങ്ങ് മറഞ്ഞു. അനിൽ മക്നൂനി, പരസ്യമായ പ്രപഞ്ചത്തെ തൊട്ടും, വൽ ഗൈബി, രഹസ്യമായ പ്രപഞ്ചത്തെ തൊട്ടും അന്ന് മറഞ്ഞു. രഹസ്യമായ ലോകത്തുള്ളവർക്ക് വരെ അങ്ങേ കാണാൻ കഴിഞ്ഞില്ല. പരസ്യമായ ലോകത്തുള്ള ആളുകളൊക്കെ ഏതായാലും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ രഹസ്യമായ ലോകത്ത് ജീവിക്കുന്ന ആളാണ് ജിബ്രീൽ. അവനെ പോലത്തെ മലക്കുകൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും ഒപ്പം പോയിട്ട് അവസാനം രഹസ്യമായ ലോകത്ത് എല്ലാ രഹസ്യങ്ങളെയും അറിയുന്ന ജിബ്രീലിനെ പോലത്തെ ആൾക്ക് വരെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. വഗൈബത്ത് അങ്ങ് മറഞ്ഞു. അനിൽ മക്നൂനി, പരസ്യമായ ലോകത്തെ തൊട്ട്, വൽ ഗൈബി, രഹസ്യമായ ലോകത്തെ തൊട്ടും, റാഖിയൻ, ഉയർന്നു പോയവനായ നിലയിൽ അങ്ങോട്ട് പോയി. പിന്നെ ഫുക്ത അങ്ങ്, ഫുത്ത അങ്ങ് മീതയായില്ല. അംരി, എൻ്റെ ആയുസാണേ സത്യം, അങ്ങ് മീതയായല്ലോ. കുല്ലദാരിൻ വദാരിക്കി, എല്ലാ അറിയാൻ നടന്നവനും അറിഞ്ഞവനും, അറിവ് നേടാൻ നടന്നവനും അറിവ് നേടിയവനുമെല്ലാം അങ്ങ് മീതയായി. അങ്ങയുടെ സ്ഥാനത്ത് ഒരാൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ يا حي يا قيوم يا رب هب لنا نصيبا من السر العزيز المدارك. യാ ഹയ്യു, യാ ഹയ്യായവനെ, ഖയ്യൂമുമായവനെ, യാ റബ്ബി, റബ്ബേ, അബ്നാനാ, ഞങ്ങൾക്ക് നീ നൽകണേ, നസീബൻ മിന സിരി, ആ അല്ലാഹുവേ നീ നൽകിയ രഹസ്യത്തിന്റെ ഒരു അംശം. അൽ അസീസി, ഏറ്റവും യോഗ്യമായ, അൽ അസീസിൽ മുദാറക്കി, എത്തിക്കപ്പെടുന്നതിൽ എത്തിക്കപ്പെട്ടതായ ആ ഏറ്റവും യോഗ്യമായ, അസീസിൽ മുദാറക്കി, അസീസ് മുദാറക്ക്, എത്തിക്കപ്പെട്ടതായ ഏറ്റവും യോഗ്യമായ ആ രഹസ്യത്തിൽ നിന്ന്, പ്രപഞ്ചത്തിനെത്തിയ ആ മഹത്തായ രഹസ്യത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരംശം നൽകണം. പ്രപഞ്ചത്തിലേക്ക് എത്തിക്കപ്പെട്ട ഏറ്റവും ഉന്നതമായ ഏറ്റവും യോഗ്യമായ ആ രഹസ്യത്തിൽ നിന്ന് ഒരംശം ഞങ്ങൾക്കും നൽകണം റബ്ബേ എന്ന്. ഞങ്ങളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രഹസ്യങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്കും അത് തരണം. അത് മുസ്തഫ നബിയിൽ നിന്ന് രഹസ്യമറിയുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. അതിനൊരംശം ഞങ്ങൾക്കും തരണം.
യാ ഹയ്യു യാ ഖയ്യൂമു യാ റബ്ബി ഹബ് ലനാ നസീബൻ മിനസ് സിർരിൽ അസീസിൽ മുദാറകി വതജഅലുനി ദഹ്രി ഖദീമാ ജനാബി ബിനഫ്സി വറൂഹി മുഖ്ലിസൻ ഇൻദ മാലികി വതജഅലുനി, നീ ഞങ്ങളെ ആക്കുകയും വേണം റബ്ബേ, ദൈരി എൻ്റെ കാലം അത്രയും ഖദീമ ജനാബിഹി, ആ പുണ്യ റസൂലുള്ളാഹിയുടെ ആ സാന്നിധ്യത്തിൻ്റെ സേവകനാക്കണം, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സാന്നിധ്യത്തിൻ്റെ സേവകനാക്കണം എന്നും എന്നെ. ബിനഫ്സി വറൂഹി, എൻ്റെ നഫ്സ് കൊണ്ടും എൻ്റെ റൂഹ് കൊണ്ടും നബിയുടെ സേവകനാക്കി മാറ്റണം എന്നെ. വതജഅലുനി, റബ്ബേ നീ എന്നെ ആക്കണം, ദഹരി എൻ്റെ കാലമത്രയും ഖദീമ ജനാബിഹി, ആ പുണ്യ റസൂലിൻ്റെ ആ സന്നിധാനത്തിൻ്റെ സർവൻ്റ് ആക്കണം. ബിനഫ്സി, നഫ്സ് കൊണ്ടും സർവൻ്റ് ആക്കണം, റൂഹി, റൂഹ് കൊണ്ടും സർവൻ്റ് ആക്കണം, മുഖ്ലിസൻ, ഇഖ്ലാസുള്ളവനായ നിലയിൽ എൻ്റെ മാലിക്കി, എൻ്റെ മാലിക്കായ നിൻ്റെ അടുക്കൽ, അജാതിരാജനായ എൻ്റെ ഉടമസ്ഥനായ നിൻ്റെ അടുക്കൽ ഇഖ്ലാസ് ഉള്ളവനാക്കണം. ഞാൻ എൻ്റെ പണി റസൂലുള്ളാഹിക്ക് ചെയ്യണം. എങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യണം? ഇഖ്ലാസോടുകൂടി ചെയ്യണം. നീ തൗഫീഖ് തരണം. റാനി അബ്ദൻ, ഞാൻ എന്നെ കാണുന്നത് സൂഉ ഹാലിഹി, എൻ്റെ മോശത്തരം എന്നെ കൂടുതൽ കൂടുതൽ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാണ്. അതൊക്കെ തനസ്സുലാത്താണ്. അള്ളാഹിൻ്റെ ആരിഫീങ്ങൾ എപ്പോഴും തനസ്സുലാത്തിലായിരിക്കും. അബ്ദിന് രണ്ടവസ്ഥ, അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് രണ്ടവസ്ഥയുള്ളത്. അള്ളാഹിൻ്റെ മുന്നിൽ മുഹാവറയിൽ അവരാണ് താഴും, അതേ സമയത്ത് ദുനിയാവിൻ്റെ അടികളെ മുന്നിൽ മേലെയായി നിൽക്കും. ഒരു രാജാവിന് ഒരു വഴിപ്പെടില്ല, അവരവർ ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയോ. മനസ്സിലാവേണ്ട പറഞ്ഞത്, അള്ളാഹിൻ്റെ മുന്നിലോ തനസ്സുല, അങ്ങോട്ട് ഇറങ്ങും. മുഅ്മിനീങ്ങളെ മുന്നിൽ ഇറങ്ങും, അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അങ്ങോട്ട് ഇറങ്ങും. അള്ളാഹിൻ്റെ ഇഷ്ടദാസന്മാരുടെ മുന്നിൽ അവർ ഇറങ്ങണതിന് പരിധി ഉണ്ടാവില്ല. അതേസമയത്ത് അഹങ്കാരികളെ മുന്നിൽ അങ്ങോട്ട് കയറും, അതിനും പരിധി ഉണ്ടാവില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? നേരെ തിരിച്ചാണ് അഹങ്കാരം. മുതലാളിയുടെ മുന്നിൽ വിനയം കാണിക്കൽ അഹങ്കാരമാണ്. മുതലാളിക്ക് മുന്നിൽ വിനയം കാണിക്കരുത്. അല്ലെങ്കിൽ ഒരു മീസത്തേക്ക് ഉണ്ടാകണം, എന്തും എന്നാലും ശ്രദ്ധിക്കണം. മുതലാളിയുടെ മുന്നിൽ അഹങ്കാരം കാണിപ്പോൾ ശ്രദ്ധിക്കണം. മുതലാളിയുടെ മുന്നിൽ അഹങ്കാരം, മുതലാളിയുടെ മുന്നിൽ വിനയം കാണിക്കരുത്. രാഷ്ട്രീയക്കാരുടെ മുന്നിൽ വിനയം കാണിക്കരുത്. ആരെ രാഷ്ട്രീയക്കാർ, ഒരാരുടെ അവരൊക്കെ എന്ത് വിലയുള്ളത്. ഒന്ന് അവരെ, ഈ ഭരണാധികാരികളെ അവർ തന്നെ അവരെ കയറ്റി മുന്നിൽ വെക്കുക. രാഷ്ട്രീയക്കാർ അവരെ മുന്നിൽ വെക്കുക. ആലിമീങ്ങൾ അതിന് പിന്നിൽ പോയി കുത്തിരിക്കുക. ഇന്നത്തെ സമ്മേളനങ്ങൾ പോലെ, ഇന്നത്തെ സമ്മേളനത്തിന് മുന്നിലെ സ്റ്റേജിൽ മൊത്തം ആരാളുള്ളത്? ഈ ഷർത്തും ഫർദും അറിയാത്ത രാഷ്ട്രീയക്കാരിരിക്കുക. അവർക്ക് ജനാപത്ത് കുളിൻ്റെ ഷർത്ത് വരെ അറിയില്ല. അവരെ മുന്നിലിരിക്കുക, അവരെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആലിമീങ്ങൾ ബാക്കിലിരിക്കുക. മുതലാളിമാർ ആദ്യം പ്രസംഗിച്ചിട്ട് പോകുക. എന്നിട്ട് ആലിമീങ്ങൾ നോക്കി കുത്തിരിക്കുക. എന്നിട്ട് ഓരോ മുതലാളിൻ്റെ വാക്കിനും, മുതലാളിയുടെ വാക്കിന് മൗലവിമാർ ഇതൊക്കെ പേർച്ചില്ല. മൗലവിമാരുടെ വാക്ക് കേൾക്കാൻ ആളുമില്ല. അപ്പം നാട്ടുകാർ ഈ വണ്ടിയുടെ പിന്നിൽ അടുത്ത വണ്ടിയിൽ കയറി പോരുക എന്നുള്ളത്. ഇതൊക്കെ ആഖിർ സമാനാണ്. മുതലാളി ആര്? മുതലാളി മൂല്യന്മാരുള്ളടത്ത് ആയത്തോതാൻ പാടുണ്ടോ? മൂല്യന്മാർ അതപ്പതിച്ചതിന് ഏറ്റവും വലിയ തെളിവാണ്. മൂല്യരാണെങ്കിൽ ആയത്ത് പോയിട്ട് ബായുറക്കും. മൂല്യരാണെങ്കിൽ മൂല്യരെ മുന്നിൽ മുതലാളി ആയത്തോടും. കണ്ണെത്തിരിക്കുമ്പോൾ ഒരു മുതലാളി ആയത്തോടും മുട്ടുകാലും ഉറക്കും. എന്ത് ആയാലും അതാണ് കാലം ദുഷിച്ചു പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുകളാണ് അതൊക്കെ. ഞാൻ ആരും കുറ്റം പറയല്ല. രാഷ്ട്രീയക്കാരോട് വിനയം കാണിക്കരുത്. രാഷ്ട്രീയക്കാരാണ്. ഭരണാധികാരി വിനയം കാണിക്കാൻ പാടില്ല. ആരോ കാണിച്ചോട്ടെ. പണ്ഡിതന്മാർ ആരും മേലല്ലേ. ഏത് വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെയും താഴെയായിരിക്കും ഭരണാധികാരികൾ. കാരണം ഭരണാധികാരികൾക്ക് വേണ്ട ഉപദേശം കൊടുക്കുന്ന ആരാണ്? പണ്ഡിതന്മാരല്ലേ. പണ്ഡിതന്മാരെ വില വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ലോകം?
അപ്പോൾ അതാണ് പറഞ്ഞത്. പിന്നെ അതേസമയം ഇത് തന്നെ സുലാത്താണ്, അവരിങ്ങോട്ട് ഇറങ്ങും. അറാനി എന്നെ ഞാൻ കാണുന്നത് അബ്ദൻ, ഒരു അടിമയായിട്ടാണ്. സാഅഹു, ആ അടിമയെ ചീത്തയാക്കിയിട്ടുണ്ട്. സൂഉ ഹാലിഹി, അയാളുടെ അവസ്ഥയുടെ ചീത്ത. അയാൾ ചീത്തയായി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിന്നെക്കാളും മോശപ്പെട്ട ഒരാളില്ല. നിൻ്റെ അവസ്ഥ എന്നെ മോശമാക്കി, ഞാൻ നന്നാവണേ ഇല്ല. ഫലം യകു യർജു, ആഗ്രഹമല്ലാതെ ഒന്നുമില്ല. എന്ത്? അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരല്ലാത്തൊരാഗ്രഹവും എനിക്കില്ല റബ്ബേ. ഞാൻ ഏറ്റവും ചീത്തയായ അടിമയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അതൊന്ന് പരിഹരിച്ചു തരണമെന്നല്ലാതെ ഈ ബൈത്തുണ്ടാക്കലിൽ നിന്ന് ഒരു ലക്ഷ്യവും എനിക്കില്ല റബ്ബേ. ഞാൻ മോശത്തിൽ നിന്ന് മോശമാണ്. അറാനിയ അബ്ദൻ, ഞാൻ എന്നെ കാണുന്നത് ഒരു അടിമയായിട്ടാണ്. സാഅഹു സൂഉ ഹലിഹി, ആ അടിമയുടെ അവസ്ഥ വീണ്ടും അടിമയെ മോശമാക്കിയിട്ടുണ്ട്. അതായത് ഓരോ ദിവസവും ഞാൻ മോശമായി കൊണ്ടിരിക്കുക. ഫലം യകു യർജു ഗൈറ മഹദി തദാറുകി, ഫലം യകു യർജു ഗൈറ മഹദി തദാറുകി, ഫലം യകു യർജു, ഒരാഗ്രഹമേ ഇല്ല. ഗൈറ തദാറുകിൻ, അതൊന്ന് പരിഹരിച്ചു തരണം എന്നല്ലാതെ ഒന്നുമില്ല. അവർക്കൊരാഗ്രഹമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫൈസൽ രാജാവ് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ട് അത് കൈ പിടിച്ച് കൊണ്ടുവന്ന് നേരെ തവാഫ് ചെയ്ത് വന്ന് പീടി കയറി 5 റിയാൽ എഴുതി കൊടുത്തു. ബ്ലാങ്ക് ചെക്ക് എന്തിനാണ് കൊടുക്കുന്നത്? എത്ര കോടി എഴുതിയെടുക്കാൻ? അതീ മനുഷ്യൻ ചെയ്തത്. കാരണം എന്തുകൊണ്ട്? അവർക്ക് എൻ്റെ ആവശ്യമില്ല. ഇനി രാജകൊട്ടാരത്തിലേക്ക് ആ ചെക്ക് തിരിച്ചെത്തൽ 5 റിയാൽ നേടിയതായിട്ടാണ്. ചെക്ക് തിരിച്ചെത്തുമല്ലോ. അക്കൗണ്ടിൽ പോയത് 5 റിയാലാണ്. 5000 കോടി എഴുതിയെടുക്കാൻ സമ്മതം കൊടുത്തതാണ്. എന്നിട്ട് എഴുതിയ എത്ര? 5 റിയാൽ. എന്തുകൊണ്ട്? രാജാതിരാജൻ്റെ ഖജനാവിൽ നിന്ന് തുറന്നിട്ടിയ ഒരാൾക്ക് ഈ മനുഷ്യന്മാരെ ഖജനാവിലേക്ക് കൈ നീട്ടേണ്ട ആവശ്യം ഇല്ല. പിന്നെ വെറുപ്പിച്ചില്ല. എങ്ങനുണ്ട്? അവിടുന്നൊക്കെ നമ്മൾ എത്ര പോന്നു കഴിഞ്ഞു. എത്രയാണ് നമ്മൾ അതപ്പതിച്ചത്. പണ്ഡിതന്മാർ മുതലാളിമാർക്ക് തക്ബീർ ചൊല്ലുന്ന കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കലാ ഖൈർ. കാരണം ആ സംബന്ധം നശിച്ചു പോയിട്ടുണ്ടാവും. മുതലാളിമാർക്കും രാഷ്ട്രീയക്കാർക്കും കൊയിലൂത്ത് നടത്താൻ വേണ്ടി പണ്ഡിതന്മാർ ഒരുങ്ങി നടക്കുന്ന ഒരു കാലത്ത് പുറത്തിറങ്ങുന്നതിൽ പോലും ഖൈറില്ല. അള്ളാഹു നമ്മളെ കാത്തിരി. ഒരു നന്മയും പിന്നെ സമൂഹത്തിന് ഉണ്ടാവില്ല. പണ്ഡിതം ഒരാളെയും പിടിക്കാനും പാടില്ല. ആരെയല്ലാതെ, അള്ളാഹുവിനല്ലാതെ. അള്ളാഹു അല്ലാത്ത ഒരാളെയും പണ്ഡിതന്മാർക്ക് പേടിയുണ്ടാകാൻ പാടില്ല. അള്ളാഹു തന്നെ നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് മിക്കവാറും ഈ ആഴ്ച ഒരു ക്ലാസ് കൂടി ഞാൻ എടുക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിച്ചാൽ. അപ്പൊ ആ ബീത്തുകളൊന്നും കൂടി റാനി അബ്ദൻ ആസാഅഹു സൂഉ ഹലിഹി ഫലം യകു യർജു ഗൈറ മഹലി തദാറുകി. അപ്പൊ ആദ്യം മുതലൊന്ന് നോക്ക്. ما توعد الدب ويلاك مالك فقد هجت لي تذكار نجل العواتك سلام على قبر الأمين المبارك فكنز لأحياء وذخر الحوالك سلام على فقر لنذر الممالك وغنية أيتام ومأوى الممالك سلام عليه من خديم متيم يبشره من كل حاك وحايك فإن يك جثماني بسنغال إنني بروحي لدى ذاك الحبيب المبارك حضرات خير الخلق حضرات سيدي ويا حضرة المختار مبدي المناسك أحبك حبا تام قلبي وقاده وماذا علي في امتداح جنابك فآيوك لا تنهى وقدرك فوقها ومقدارك السامي العلي فوق ذلك فأنت حبيب الله جل جلاله وأولاك ما أولاك غير مشارك سرى بك ليلا ثم أدناك جاذبا وفزت بسر فات خاطير سالك
خرجت من الأكوان والسر ساميا وفتحت لاء كل حي وهالك وغبت عن المكنون والغيب راقيا وفتحت لدى العمد كل دار ودارك يا حي يا قيوم يا رب هب لنا نصيبا من السر العزيز المدارك وتجعلني دهرا خديما جنابه بنفسي وروحي مخلصا عند مالكي أراني عبدا ساءه سوء حاله فلم يك يرجو غير محضي تداركي ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم إنا نسألك حبك وحب حبيبك المصطفى اللهم إنا نسألك حبك وحب حبيبك المصطفى اللهم اجعلنا من المطيمين بمحبة عبدك ورسولك محمد بشوق حبيبك وصفيك محمد بحب حبيبك وصفيك محمد اللهم اجعلنا من المطيمين اللهم اجعلنا من المطيمين اللهم اجعلنا من المطيمين الذين يحبون حبا تاما حبيبك المصطفى حبيبك المصطفى ربنا اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين واجعلنا من ورثة جنة النعيم ربنا اغفر لنا ولآبائنا ولأمهاتنا والذين سبقونا بالإيمان اللهم أصلحنا وأصلح أولادنا بما أصلحت به عبادك الصالحين ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والصحابة وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين.